തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് CPM-നും ഇടതുപക്ഷത്തിനുമുണ്ടായ പരാജയ കാരണങ്ങൾ MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാഥാർത്ഥ്യവുമായി ചേരുന്നതല്ലെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും പയ്യന്നൂർ MLA കുഞ്ഞികൃഷ്ണനും കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ നേതൃത്വമായ സെക്രട്ടറിക്കും സ്വജനപക്ഷപാതിത്വത്തിന്റെയും പാർലമെന്ററി മോഹങ്ങളുടെയും ജീർണതയിൽ നിന്ന് തെറ്റുതിരുത്തി പുറത്തുവരാനോ പറ്റിയ പിശക് അംഗീകരിക്കാനോ അല്പം പോലും കഴിയുന്നില്ല. പാർട്ടി അണികളെ കേട്ടതിനു ശേഷമുള്ള റിവ്യൂ അല്ല തയ്യാറാക്കിയത്, തെറ്റുതിരുത്തൽ നാടകമാണെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരാജയത്തിന് കാരണമായ വസ്തുതകൾ മറയ്ക്കുകയാണ്. തോൽവിയുടെ കാരണങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുന്നത് അപഹാസ്യമാണ്. കഴിഞ്ഞ സർക്കാർ BJP-യുമായി ഡീലുണ്ടാക്കിയെന്ന സംശയം ജനങ്ങൾക്കുണ്ടായി. PM ശ്രീയിൽ ഒപ്പിട്ടത് തിരിച്ചടിയായി. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാതെ ഒരിക്കലും ഉദ്യോഗസ്ഥർ ഒപ്പിടില്ല. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതും തിരിച്ചടിയായി. വെറുതെ നടന്നു പോവുകയായിരുന്ന ഒരാളെ കാറിൽ കയറ്റുകയായിരുന്നില്ല. ന്യൂനപക്ഷങ്ങളെ ഈ കാര്യം അകറ്റിയെന്നും മതനിരപേക്ഷത മറന്നതാണ് പരാജയ കാരണമെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. തളിപ്പറമ്പിൽ മുൻ MLA നടപ്പിലാക്കിയ പദ്ധതികൾ തുടരും. MLA എന്ന നിലയിൽ ആർക്കു വേണമെങ്കിലും എപ്പോഴും തന്നെ സമീപിക്കാം. MV ഗോവിന്ദൻ നടപ്പിലാക്കിയ ഹാപ്പിനെസ് ഫസ്റ്റ് നടപ്പിലാക്കും. സഫാരി പാർക്ക് പദ്ധതിയെക്കുറിച്ച് അതിന്റെ മറ്റൊരു രൂപത്തിൽ ആലോചിക്കുമെന്നും TK ഗോവിന്ദൻ പറഞ്ഞു. ഹാപ്പിനെസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ കാര്യം അന്വേഷിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് TK ഗോവിന്ദൻ പറഞ്ഞു. ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വഞ്ചന വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്കാർ പെശക് പറ്റിയത് തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടിയിൽ ഉടനീളം വിമർശനമായിരുന്നില്ലേ? അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാണോ പെശക് പറ്റിയത്? മാഷട്ടിന് അറിയാലോ, സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാലോ. പിന്നെ എന്ത് വാശിൻ്റെ പേരിലാണ് ഈ രണ്ടുപേരെ അടിച്ചേൽപ്പിച്ചത്? ഇതുപോലെയാണ് 27 പേരെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 24 തോറ്റത്. എന്തിനായിരുന്നത്? എന്നിട്ടിപ്പോൾ റിവ്യൂ റിപ്പോർട്ടിൽ പറയാണ് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റി. പയ്യന്നൂരിൽ MLA ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് പയ്യന്നൂർ MLA MV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. LDF നടത്തിയ പ്രചരണത്തിന്റെ 10% പ്രചരണം പോലും താൻ നടത്തിയിട്ടില്ലെന്നും മണ്ഡലത്തിൽ സ്ഥാപിച്ച ബോർഡുകൾ തകർത്തു, തനിക്ക് വേണ്ടി എഴുതിയ ചുമരുകൾ പൊളിച്ചു മാറ്റി, ഒരു സ്ഥാനാർത്ഥിക്കായി എഴുതിയ ചുമർ വെള്ളയടിച്ച് മറ്റൊരു സ്ഥാനാർത്ഥിക്കായി എഴുതിയത് ചരിത്രമാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ ഓഫീസ് തുറക്കുന്നതിനെയും തടസ്സപ്പെടുത്തി ഇതിനായി കെട്ടിട ഉടമയെയും ഭീഷണിപ്പെടുത്തി പയ്യന്നൂർ വിഷയം ചർച്ച ചെയ്യുന്നതിൽ CPM നേതൃത്വത്തിന് തെറ്റുപറ്റി. ജനങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ കണക്ക് ആരോടും പറയേണ്ടതില്ലെന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാർത്താ സമ്മേളനം പാർട്ടി അണികളിൽ തെറ്റിദ്ധാരണ പരത്തുകയും എതിർപ്പുണ്ടാക്കുകയും ചെയ്തെന്ന് V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി ജനാധിപത്യത്തിന് വില കൽപ്പിക്കാത്ത പാർട്ടിയായി CPM മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് താഴെ നിന്ന് നാട്ടുകാരോ ജനങ്ങളോ പാർട്ടി മെമ്പർമാരോ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യമല്ല. ഈ ഉൾപാർട്ടി ജനാധിപത്യ കേന്ദ്രീകരണ തത്വം മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഉൾപാർട്ടി ജനാധിപത്യത്തിന് പ്രാമുഖ്യം നൽകാനുള്ള ചുമതല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിനാണ്. ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പാർട്ടിയാണ്. ആ ചുമതല നിങ്ങൾ നിർവഹിക്കാതെ പോയാൽ ഈ പാർട്ടി സ്വേച്ഛാധിപത്യത്തിലേക്ക് ഏകാധിപത്യത്തിലേക്കല്ലേ പോവുക? അതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് പല വിഷയങ്ങളിൽ. ഒരാൾ എന്നോട് പറഞ്ഞത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിച്ച ഒറ്റ സ്ഥാനാർത്ഥിയേ ഉള്ളൂ, അത് പിണറായി വിജയനാണ് എന്നാണ്.